സർക്കാരിൻ്റെ നിലപാടുകളും സംശയാസ്പദമാണ്. സർക്കാർ ഒരേ സമയം തന്നെ ഇരയ്ക്കൊപ്പം എന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചോ എന്ന് സംശയിക്കപ്പെടേണ്ടതാണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ വെച്ച സമയത്ത് തന്നെ ബൈജു കെ പൗലോസ് ഉൾപ്പെടെയുള്ള ഡിവൈസ് ഉൾപ്പെടെയുള്ളവരുണ്ടാകുമ്പോൾ തന്നെ ഇവൻ റിമാൻഡിലാവുന്നു. അന്ന് ആലുവ പോലീസ് ക്ലബ്ബിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു. ആ സമയത്ത് നടൻ സിദ്ദിഖാണ് അവിടെ രാത്രി വരെ ഞാൻ ദിലീപിനെയും കൊണ്ടേ പോകുള്ളൂ എന്നിട്ട് അവിടെ നിൽക്കുന്നത്. അയാൾ പിന്നീട് അയാൾക്കെതിരെ വന്ന മകളെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടി ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അയാളെ അത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്നുള്ളത് ഇപ്പം നമുക്ക് കൺവിൻസൺ ആവുന്ന രീതിയിൽ കുട്ടി കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന പല ആൾക്കാരും, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഇനിയിപ്പോൾ ആ വഴിയിൽ തന്നെ പോകും. ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എവിടെന്നെങ്കിലും ഇവർ തന്നെ ഇറക്കുമതി ചെയ്യുന്ന ചില ആളുകളെ കൊണ്ട് വ്യാജ കേസ് ഇവർക്കെതിരെ തന്നെ കൊടുപ്പിക്കുന്ന സ്ഥിതിയുണ്ട് പലരും. അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പം സത്യസന്ധമായ കേസുകളും കൂടി വ്യാജമാണോ എന്ന് ആളുകൾ സംശയിക്കുന്ന രീതിയിൽ ആളുകളെ, പ്രേക്ഷകരെ, ജനങ്ങളെ കൺഫ്യൂസൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ സൈക്കോളജിക്കലായിട്ടുള്ള മൂവ്മെൻ്റാണ്.